ചൈനീസ് സർക്കാരിന്റെ അവാർഡ് നേടി മലയാളി ശാസ്ത്രജ്ഞ. ലോകത്തിൽ ആദ്യമായി ജീൻ എഡിറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹോമോസൈഗസ് റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിച്ചതിന് ചൈനീസ് സർക്കാരിന്റെ അവാർഡ് നേടിയിരിക്കുകയാണ് മലയാളി ശാസ്ത്രജ്ഞയായ അടൂർ അങ്ങാടിക്കൽ സ്വദേശിനി ഡോക്ടർ ജിനു ഉദയഭാനു. ചൈനയിലെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ റബ്ബർ ചൈനീസ് അക്കാദമി ഓഫ് ട്രോപ്പിക്കൽ അഗ്രികൾച്ചറൽ സയൻസിൽ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ ജിനു. മികച്ച ശാസ്ത്രീയവും സാങ്കേതികവുമായ നേട്ടങ്ങൾ കണ്ടുപിടിച്ചതിനുള്ള ചൈനീസ് ട്രോപ്പിക്കൽ ക്രോപ്പ് സൊസൈറ്റിയുടെ പ്രശസ്തി പത്രമാണ് ഡോക്ടർ ജിനു ഉദയഭാനുവിന് ലഭിച്ചത്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈനയുടെ ഈ കണ്ടുപിടുത്തത്തിന്റെ പ്രധാന ചുമതലക്കാരിയായ ജിനുവിന് കണ്ടുപിടുത്തത്തിന് കഴിഞ്ഞ വർഷം ചൈനീസ് നാഷണൽ പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. പൂക്കുകയും കായ്ക്കുകയും ചെയ്യാത്ത അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ തൈകൾ ജനിതക പരിണാമത്തിലൂടെ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ടിഷ്യൂവിൽ നിന്നും 20 റബ്ബർ തൈകൾ ഉൽപാദനം നടത്തി. ഇവയിൽ നിന്നും വീണ്ടും 70 റബ്ബർ തൈകൾ വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടുപിടുത്തം. മിനിസ്ട്രി ഓഫ് സയൻസ് ടെക്നോളജി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഫോറിൻ എക്സ്പേർട്ട് യങ് ടാലന്റ് പോളിസി വഴി ഫോറിൻ എക്സ്പേർട്ടായി 2021-22 കാലയളവിൽ ഡോക്ടർ ജിനു ഉദയഭാനുവിന് ചൈനീസ് സർക്കാർ അവാർഡ് നൽകിയിരുന്നു. 2019 ഉയർന്ന കാര്യക്ഷമതയുള്ള ജീൻ എഡിറ്റിംഗ് രൂപകൽപ്പന ചെയ്തതിന് റിസർച്ച് ഡെവലപ്മെന്റ് ബ്യൂറോ ഓഫ് CCP ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ, ചൈന, മലേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക, ഫ്രാൻസ് തുടങ്ങിയ പല രാജ്യങ്ങളിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്നതും രോഗങ്ങൾ ചെറുക്കാൻ കഴിയുന്നതുമായ ജനിതക വ്യതിയാനം വരുത്തിയ റബ്ബർ ചെടികൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണം ഡോക്ടർ ജിനു നടത്തി വരികയാണ്. 2019-24 മാർച്ച് കാലയളവിൽ ചൈനീസ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനിതക വ്യതിയാനം വരുത്തിയ റബ്ബർ ചെടികൾ ഉൽപ്പാദിപ്പിച്ചു. ചൈനയിൽ ടിഷ്യൂ കൾച്ചർ തൈകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കംബോഡിയ, തായ്ലൻഡ് മുതലായ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഉൽപ്പാദനം കുറവായിരുന്നു. ഈ വിഷയം ചൈനീസ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർമാർ ഡോക്ടർ ജിനുവിനോട് അവതരിപ്പിച്ചു. തുടർന്ന് വളരെ എളുപ്പവും ചെലവ് കുറവുള്ളതുമായ സമയനഷ്ടമില്ലാത്തതുമായ ഒരു സാങ്കേതികവിദ്യ ജിനു കണ്ടെത്തി. അങ്ങനെയാണ് ഒരു ടിഷ്യൂവിൽ നിന്ന് 70 തൈകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. പുതിയ സാങ്കേതികവിദ്യ ടിഷ്യൂ കൾച്ചർ റബ്ബർ തൈകളുടെ ഉൽപ്പാദന നിരക്ക് വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. സാധാരണയായി ടിഷ്യൂ കൾച്ചർ പ്രക്രിയയിൽ ഒരു എക്സ്പ്ലാന്റിൽ നിന്നും 20 തൈകളാണ് ലഭ്യമാകുന്നത്. എന്നാൽ ജിനു കണ്ടുപിടിച്ച പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഒരു എക്സ്പ്ലാന്റിലൂടെ 70 ടിഷ്യൂ കൾച്ചർ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ചൈനയുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള റബ്ബർ തൈകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും മറ്റു രാജ്യങ്ങളിലേക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യാനും ഇതുവഴി കഴിയും. ജനിതക വ്യതിയാനം നടത്താൻ ഉപയോഗിക്കുന്ന വൈറൽ പ്രൊമോട്ടേഴ്സിന് പകരം ചെടികളിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കാവുന്ന 3 പ്ലാസ് ബേസ്ഡ് പ്രൊമോട്ടേഴ്സിനെ കണ്ടുപിടിച്ചു. ഇതിന് ചൈനീസ് നാഷണൽ പേറ്റന്റ് ലഭിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾ കണക്കിലെടുത്ത് ചൈനീസ് ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ പദ്ധതിയിൽ ജോലി ചെയ്യാൻ ജിനുവിന് സാധിക്കുകയും ചെയ്തു. 30-ൽ പരം അന്തർദേശീയ ലേഖനങ്ങൾ ജിനുവിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. റബ്ബർ ചെടികളിലെ ഹെറ്ററോസൈഗഡ് സ്വഭാവം കാരണം ജനിതക മാറ്റം വളരെ ദുഷ്കരമാണ്. പലപ്പോഴും ജനിതക മാറ്റം നടന്നാൽ പോലും അത് പിന്നീടുള്ള വർഷങ്ങളിൽ നിലനിൽക്കാതെ അതിൻ്റെ യഥാർത്ഥ ജീനിലേക്ക് മാറുന്നത് ഗവേഷണങ്ങൾക്ക് പലപ്പോഴും തിരിച്ചടിയാകാറുമുണ്ടായിരുന്നു. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ലോകത്തിൽ ആദ്യമായി ഹോമോസൈഗസ് റബ്ബർ ചെടികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഏത് റബ്ബർ ചെടികളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വികസിപ്പിക്കാനും കഴിയും. ഈ കണ്ടുപിടുത്തം ചൈനയിൽ ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇപ്പോൾ റബ്ബർ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ലോകത്ത് 5ാം റാങ്കിൽ നിൽക്കുന്ന ചൈനയ്ക്ക് 1ാം റാങ്ക് എന്ന സ്വപ്നത്തിലേക്കുള്ള വഴിയാകും ഈ ഒരു കണ്ടുപിടുത്തം. ഇനി വരുന്ന ഗവേഷണ ഫലങ്ങളും ഇതിന് സഹായിക്കുകയും ചെയ്യും. ഇൻഡസ്ട്രിയൽ കോപ്പസ് ആൻഡ് സയൻസ് എന്ന ജേണലിൽ ഇത് സംബന്ധിച്ച് ജിനുവിന്റെ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ അങ്ങാടിയിൽ പുതുശ്ശേരിയിൽ പരേതനായ വിമുക്ത ഭടൻ PK ഉദയഭാനുവിന്റെയും റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് CK ഓമനയുടെയും മകളാണ് ഡോക്ടർ ജിനു ഉദയഭാനു.